അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, ഈ ഒരു 7 വിഷയം ഞങ്ങളിൽ എന്തുണ്ടെങ്കിൽ പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള അറഫ നാളിലെ ഒരു പ്രതിഫലവും ഒരു ബറക്കത്തും ഞങ്ങൾക്ക് കിട്ടലാണ്ടായിരിക്കട്ടെ. അപ്പോൾ ഏതായിരിക്കട്ടെ ആ വിഷയമായിട്ട് ഞങ്ങൾ നോക്കുക. കഴിഞ്ഞ ഞങ്ങളെ ക്ലാസ്സിൽ പരിശുദ്ധമായ അറഫ നാളിലെ മഹത്വ, അറഫ നാൾ എന്തെല്ലാമായിട്ടിക്കടെ ആക്കണമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചൊന്ന. അതിൻ്റെ മധ്യത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നു പോയിട്ട് ഈ അറഫ നോമ്പുടെ നെയ്യത്ത് വെക്കുമ്പോൾ അതിരൊട്ടിಗೆ നിങ്ങൾ ബാലാസുര നോമ്പുടെ നെയ്യത്തും കൂടി വെക്കറുണ്ട് നാ ചൊന്ന. ബാലാസുരൻ്റെ പരിശുദ്ധമായ പെരുന്നാളായിട്ടിക്കടെ പതനാസായിട്ടിക്കടെ അറഫയുടെ നോമ്പ്. പണ്ടത്തെ നാള് അറഫയുടെ നോമ്പ് മാത്രമായിട്ടിക്കടെ നെയ്യത്ത് വെക്കണ. ഇത് പ്രത്യേകമായിട്ട് ഒന്ന് നിങ്ങളെ നടപ്പാക്കിയാണ്ട് മാത്ര ഇണ്ടത്തെ ഈ ബണ്ട ഒരു ജാവും ചൊല്ലത് യൗമുത്തറുവിയ ദുൽഹിജ്ജ തിങ്ങലിലെ 8ാമത്തെ ഒരു ജാവായിട്ടിക്കടെ. ഇതൊക്കും വലിയ മഹത്വമായിട്ടിക്കടെ ഉള്ളത്. ദുആക്ക് ഇജാബത്തുള്ള 5 ജാവുള്ള ഒരു ജാവായിട്ടിക്കടെ പരിശുദ്ധമായ ദുൽഹിജ്ജ ഒരു 8 ജാവും ചൊല്ലത്. മാത്രമല്ല ആ യൗമുത്തറുവിയ ദുൽഹിജ്ജ 8 ആ ഒരു നോമ്പും വലിയ മഹത്വമായിട്ടിക്കടെ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു നോമ്പും എന്താക്കേണ്ട, ഞങ്ങൾ മിസ്സാക്കിട വേണ്ട. നീയത്ത് വെക്കുമ്പോൾ ദുൽഹിജ്ജ 8 സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേനായിട്ട് നാ പിടിക്കണായിട്ട് ആ നിലക്ക് നെയ്യത്ത് വെച്ചെങ്കിലായിട്ട്. അപ്പൊ 4 ജാവുക പരിശുദ്ധമായ അറഫ ജാവായിട്ടിക്കടെ. നാലക്കല് പോലെ പരിശുദ്ധമായ അറഫയുടെ പോലായിട്ടിക്കടെ വലിയ മഹത്വമില്ല കണിക്കത്ത് നാ ചൊന്നല്ലേ. അറഫ നാലത്ര ദോഷങ്ങൾ പൊറുക്കപ്പെട്ട കണിക്കത്ത് ഒരു 4 വേലയില്ല. നരകത്തിൽ നിന്ന് മോചിപ്പിക്കടെ അറഫ നാലത്ര നരകത്തിൽ നിന്ന് മോചിപ്പിക്കണ എനിക്കത്തെ വേറൊരു നാളില്ല. ദുആക്ക് ആ ഒരു അറഫ നാലത്ര ഇജാബത്തുള്ള എനിക്കത്തെ വേറൊരു നാളില്ലാണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാ ചൊന്ന് 7 വിഭാഗ ആൾമാർക്ക് ഈ അറഫയുടെ ഒരു മഹത്വവും ഒരു പ്രതിഫലവും കിട്ടലാണ്ടായിട്ടിക്കടെ ആറായിട്ടിക്കിടങ്ങ. അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് ഞങ്ങൾ നല്ലോണം ജാഗ്രത ആക്കണായിട്ടിക്കടെ വേണായത്. ഒന്നാമത്തത് മുശ്രിക്കായിട്ടിക്കടെ ഷിർക്കാക്കിടെ എനിക്കത്തെ മനുഷ്യന്മാർ അങ്ക് ഈ ഒരു പരിശുദ്ധമായ അറഫ നാല് ഒരു മഹത്വവും കിട്ടലാണ്ടായിട്ടിക്കടെ. 2ാമത്തെ വിഭാഗം ചൊല്ലത് അഹങ്കരിക്കടെ ഗണിക്കത്തെ കിബറ് കാട്ട ഗണിക്കത്തെ ആൾമാർ. അഹങ്കാര കിബറും ചൊല്ലത് യാ മുത്തക്കബ്ബിറു യാ അല്ലാ. അത് പടച്ചോണുകളുള്ള വിശേഷത്തെയായിട്ടിക്കടെ. അത് പടച്ചോണുക മാത്രമുള്ളതായിട്ടിക്കടെ. ഒരു പടപ്പുകും അഹങ്കരിക്കുകയോ യാതൊരു നിലക്കുള്ള അർഹത ഇല്ലാണ്ടായിട്ടിക്കടെ. ഞങ്ങൊന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി ആറായിട്ടെന്ന മലായിക്കത്തിന്റെ ഉസ്താദല്ലേ. അഹങ്കാര കിബറ് കാണിട്ടാകുമ്പോൾ ഒന്നുമില്ല, പടച്ചോണ്ട് ശാപമായിട്ടിക്കടെ കിട്ടിയത്. ഇങ്ങനെ ലോകത്തില് ഫിർഔന് ഖാറൂൻ എത്ര വലിയ സമ്പത്തുള്ള ആള് കിബറ് കാട്ടലോടുകൂടെ നാശായി പോയില്ലേ. അപ്പൊ എത്ര ആസ്തിയുണ്ടെങ്കിലും സമ്പത്തിൻ്റെണ്ടെങ്കിലും മനസ്സിൽ കിബറും ചൊല്ലതൊന്ന് വന്നുപോയിത്തിന്റെ കണ്ടെങ്കിൽ നാശമായിട്ടിക്കടെ, നഷ്ടമായിട്ടിക്കടെ. പരിശുദ്ധമായ അറഫ നാല് ഓരോ പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടലാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് നല്ലോണം ജാഗ്രത ആക്കണായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ കിബർ അഹങ്കാരാൻ ചൊല്ലത്. 3ാമത്തെ ഒരു വിഷയം ചൊല്ലത് കുടുംബത്തങ്ങളൊട്ടിಗೆ അർസാക്കി തെച്ച് പിണങ്ങി തെച്ച് കണിക്കത്ത ആൾമാർ അങ്ക് പരിശുദ്ധമായ അറഫ നാല് ഒരു ബറക്കത്തും ഒരു പ്രതിഫലവും കിട്ടലാണ്ടായിട്ട് കാണന്തേ. ഈ കുടുംബ ബന്ധാൻ ചൊല്ലത് മുഅല്ലഖും ബിൽ അർശ്, അർശുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടിക്കടെ. ഫമൻ വസലനി വസലഹുല്ലാ, ആരായിട്ടിക്കടെ കുടുംബ ബന്ധ സേർബാട്ടാണോ അവനും പടച്ചോണുമായിട്ടുള്ള ആ ഒരു സംബന്ധമായിട്ടിക്കടെ അവന് സേർബാട്ടത്. ഒമൻ ഖതഅനി ഖതഅഹുല്ലാ, ആരായിട്ടിക്കടെ കുടുംബത്തിലെ പിണങ്ങിട്ട് അർസാക്കി തെക്കിടത് ആ കുടുംബ സംബന്ധം ഒരിക്കലവനാറ് ഖതഅഹുല്ലാ, അവനും പടച്ചോണുമായിട്ടുള്ള സംബന്ധമായിട്ടിക്കടെ അവനും ഒരിക്കരുത് മുറിഞ്ഞു പോകേണ്ടത് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ടിക്കടെ. അറഫ നാല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ ഇബാദത്ത് എടുത്തെടുത്തിട്ട് അതാ ദുആർക്കോ പെടുത്താമ്പോ ലാസ്റ്റ് കേക്കടി ഈ സദസ്സിൽ കുടുംബത്തൊട്ടുക അർസാക്കിയ ആൽമാറുള്ളാറ എന്നേന് കണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് അങ്ങ് പുറത്തു പോകണം മുത്തുനബി തങ്ങ ചൊല്ലു. ഒരു സ്വഹാബി ഇഞ്ച് പോയിട്ട് അതാ കുറേ നേരം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് വന്നിട്ടാവുമ്പോൾ നബി തങ്ങ നീ എവിടെ പോയോ? നാട് നിന്റെ കുടുംബത്തിലുള്ള ഒരു ഉമ്മവുമായിട്ട് പിണങ്ങി ധരിച്ചിട്ടിന്ന് നാട് പിർസാക്കിട്ടായിട്ടിക്കടെ വന്നോ. മുത്തുനബി തങ്ങ വലിയ സന്തോലായിട്ട് നബി തങ്ങ ചൊല്ലു. ആറ് കുടുംബത്തൊട്ടി അർസാക്കി തെച്ചങ്ങ സദസ്സിൽ ഇന്നേന് കണ്ടെങ്കിൽ റഹ്മത്തുൽ മലായികത്തുൽ കിറാം ഇറങ്ങി പറല കാണണ്ടേ ആ ഒരു ഇബാദത്ത് പടച്ച റബ്ബുക വേണ്ടാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് വലിയ വിഷയമായിട്ടിക്കടെ കുടുംബ സംബന്ധം ചൊല്ലത്. ആറൊട്ടിക്ക് നിങ്ങൾ അർസാക്കി തെക്കടെ വേണ്ട. ചെറിയ ചെറിയ വിഷയത്തുക എത്ര കാലായിട്ടല്ലേ അതാ ഉമ്മ മക്ക ബാപ്പ മക്ക പരസ്പരം ഉണ്ടല്ല. എത്ര മാപ്പിള വിഞ്ഞായി പരസ്പരം അർസായിട്ടുള്ളേ, എലങ്ങമൂത്തങ്ങ പരസ്പരം അർസായിട്ടുള്ളേ. എനിക്കത്തെ എത്ര കുടുംബമായിട്ടിക്കടെ ഉള്ളത്. ഇങ്ങനെ പിണങ്ങി തെച്ചേണ്ടി കണ്ടെങ്കിൽ പടച്ച റബ്ബുക അതാ അങ്ങനെ അഗത്യമില്ല, അങ്ങനൊട്ടിക പടച്ച റബ്ബുക ഇഷ്ടമില്ലാണ്ടായിട്ടിക്കടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തൊരു ചൊന്നു, നിന്റെ അപ്പുറത്തിൽ അവന് പിണങ്ങിട്ടിന്നെങ്കിലും അർസാക്കുന്നതിനെ കണ്ടെങ്കിലും നീന് സലാം ചൊല്ലണോ, നീന് പുഞ്ചിരിക്കണോ. ചിലപ്പോൾ അതവണോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന് നീനെ സലാം ചൊല്ലുമ്പോഴത്തേണോ മടക്കില്ലാണ്ട് കണ്ടെങ്കിലും
നീ പുഞ്ചിരിക്കുമ്പോൾ അവൻ അർസ കാട്ടിയെന്ന് കണ്ടെങ്കിലും നീ ബേജാറാവണ്ട. നീ പടച്ച റബ്ബ് വേനായിട്ടായിരിക്കട ആക്കണത്. അതുകൊണ്ട് പടച്ച റബ്ബ് നിന്റെ ഭാഗത്തേക്ക് നോക്കൂ, നിക്കതുക്കുള്ള പ്രതിഫല തറുണ്ടായിരിക്കടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. അതുകൊണ്ട് കുടുംബ ബന്ധ ചെറിയ വിഷയമല്ല. ഒരു 2-4 മുന്നൽ ഒരാൾ നിങ്ങൾക്ക് ഫോണാക്കി ചൊല്ലു, ഉസ്താദ് നിങ്ങളെ വീഡിയോ നോക്കടെ ക്ലാസ് നോക്കടെ എനിക്കത്തൊരു കുടുംബ അങ്ങ് പരസ്പരം അർസായിട്ടിക്കടെ. അപ്പൊ ആ വിഷയത്തിൽ നിങ്ങൾ ഒരു ക്ലാസ് ആക്കണോ, ആ വിഷയം നിങ്ങൾ ചൊല്ലുണ്ടായാൽ നിങ്ങൾ രണ്ടേ റിക്വസ്റ്റ് ആക്കടെ. ഇങ്ങനെ എത്ര കുടുംബമായിട്ടിക്കടെ ഉള്ളത്. ഞാൻ എപ്പോഴും ചൊല്ലതായിട്ടിക്കടെ, നിങ്ങൾ കുടുംബത്തൊട്ടിക്ക് അർസാക്കി വെച്ചിട്ട് എന്തൊരു ഇബാദത്ത് എടുത്തിട്ടും ഹജ്ജിക്ക് പോയിട്ട് ഉംറ ആക്കിയിട്ടും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്കിയിട്ടും എന്ത് കാര്യമായിട്ടിക്കടെ ഉള്ളത്. പടച്ചറബ് നിങ്ങളെ ഇബാദത്ത് വേണ്ട. ഫസ്റ്റ് ഞങ്ങളെ പരസ്പരം ഉള്ള സംബന്ധം ഞങ്ങൾ ക്ലിയർ ആക്കുമ്പോത്തുകോ ഞങ്ങൾ പിർസത്തിരിക്കുമ്പോയിട്ടിക്കടെ പടച്ചറബ് ഞങ്ങളെ നോക്കുന്നതും ഞങ്ങളെ ഇബാദത്ത് സ്വീകരിക്കുന്നതും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് വഴിപാടിയത് അങ്ങനെയല്ലേ. നിക്ക് ദീർഘായുസ് വേണം, ഞങ്ങൾ ദ്വാർക്കിട അല്ലെങ്കിൽ ഉസ്താമാറിയിൽ ഞങ്ങൾ ചൊല്ല ദീർഘായുസ് വേനായിട്ട് ആരോഗ്യത്തിന് വേനായിട്ട് ദ്വാർക്കണം. ഞങ്ങൾ അങ്ങനെയല്ലേ വസിയത്താക്കിട. അതുക്കുള്ള തേറു മുത്തുനബിത്തങ്ങ് എന്തൊരു വഴിപാടിയോ നീ കുടുംബത്തൊട്ടുകളെ പിർസത്തിൽ ദേ അങ്ങനെയൊട്ടിക്ക് നല്ല പിർസപ്പാട് നീ എന്നേണ്ട് കണ്ടെങ്കിൽ പടച്ചോ നിക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസും ഇട്ട് തണ്ടാണ്ടായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ അറഫ നാല് ശ്രേഷ്ഠമായിട്ടുള്ള ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 4 പറമ്പത്തുകോ ഞങ്ങൾ ആരെങ്കിലും പിണങ്ങി തെച്ചിട്ടിന്നേണ് കണ്ടെങ്കിൽ അർസാക്കി തെച്ചിട്ടിന്നേണ് കണ്ടെങ്കിൽ പടച്ച റബ്ബരെ ഓർത്തിട്ട് ഇണ്ടല്ലെങ്കിലും നാളെ ഞങ്ങൾ മരിച്ചു പോവണ്ടേ അല്ലേ. മരിച്ചു പോയേണ്ട കണ്ടെങ്കിൽ പിന്നെ എന്തിനായിട്ടിക്കടെ ഉള്ളത്, എല്ലാം പോയില്ലേ, പിന്നെ എന്ത് അർസ, പിന്നെ എന്ത് ഫിർസായിട്ടിക്കടെ. അതുകൊണ്ട് ആ ഒരു എപ്പോൾ ഞങ്ങൾ മരിച്ചു പോണ്ടാന്ന് ചൊല്ലി എനിക്കത്തെ യാതൊരു ഉറപ്പും ഗ്യാരണ്ടിയും ഞങ്ങൾക്കില്ല. ഉള്ള ചെറിയ കാല പരസ്പര പിർസപ്പാടില്ല അതാ ഞങ്ങൾ ജീവിക്കുക. ആരെങ്കിലും പിണങ്ങി തിന്നേന് കണ്ടെങ്കിൽ ഒരു സലാം ചൊന്നിട്ടോ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഞങ്ങൾ അതാ ഒന്ന് റാഹത്താവ എന്നേൻ്റെ കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കടെ പടച്ച റബ്ബ് ഞങ്ങളെ ഭാഗത്തേക്ക് നോക്കിടേണ്ടേ. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണായി കണിക്കത്തെ ഒരു വലിയ വിഷയമായിട്ടിക്കടെ. അതുകൊണ്ട് കുടുംബത്തൊട്ടിക്ക് ആരും എന്താക്കോതീര അർസാക്കി തെക്കോതീറ. 4ാമത്തെ ഒരു വിഭാഗം ചൊല്ലത് മുഷാഹിനായിട്ടിക്കടെ പരസ്പര അർസാക്കിയത്. അത് കുടുംബത്തിലല്ല, ഒന്നിരിക്കലോ ചങ്ങായിമാരൊട്ടിക അല്ലെങ്കിൽ അയൽവാസി എന്തെങ്കിലും മുട്ടത്തുള്ളിടിക്കത്തെ നെഹബറങ്ങളൊട്ടിക ഇങ്ങനെ പിണങ്ങി തെച്ച് കണിക്കത്ത ആൾമാർ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ പക വെച്ച് നടക്കണേ അർസ വെച്ചിട്ട് നടക്കണ കണിക്കത്ത ആൾമാർ എന്ത് പകയായിട്ടിക്കടെ ഞങ്ങൾ വെക്കണായ മനസ്സ് ക്ലിയർ ആവുമ്പല്ലേ പടച്ചറബലെ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. ആരൊട്ടിക പകയില്ലാത്ത മനസ്സ് ആർക്കായിട്ടിക്കടെ ഉള്ളത് അവൻ്റെ ആയിട്ടിക്കടെ പഠിച്ചോൻ സ്വർഗത്ത് കടത്തിനേറ്റ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കടെ അല്ലേ. പഠിച്ചോണ് ഞങ്ങൾക്ക് പുറത്തു തന്നുകൊണ്ട് ഞങ്ങൾ റബ്ബിടയിലും മഗ്ഫിറത്ത് കേൾക്കട. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രാക്കിട്ടിന്നേണ് കണ്ടെങ്കിൽ എന്തെങ്കിലും കഷ്ട തന്നിട്ടിന്നേണ് കണ്ടെങ്കിലും അതിലൊരു പകയായിട്ട് പോലും മനസ്സിൽ ഇങ്ങനെ വെച്ച് നടക്കരുത്. അത് പഠിച്ചോണ് ഇഷ്ടപ്പെടലാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ഞങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യുന്നേണ് കണ്ടെങ്കിലും ആ ഒരു ധിന്ന അത് ആ ഒരു പക എന്തിനുണ്ട് അതെല്ലാം വിട്ടിട്ടു ഒന്ന് നല്ല പിറുസപ്പാടില് ആരെയും അർസാക്കി തെക്കാണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാണ്ട് കണ്ടെങ്കിൽ പകയില്ലാത്ത അർസയില്ലാത്ത നഞ്ചില്ലാത്ത ആ കിബറില്ലാത്ത നല്ല മനസ്സ് അല്ലെ പടച്ചറബ് നോക്കിട വടകയിട്ടിക്കടെ ഞങ്ങളെ മനസ്സ് കയറ്റിക്കിടെ ഞങ്ങളെ ചന്തത്തുക ഞങ്ങളെ ഡ്രസ്സല്ല പടച്ചോ നോക്കിടത് നന്റെ കൽബ് എങ്ങനെ ഉണ്ടോ ആരെയും പക ഉണ്ടാ അർസ ഉണ്ടാ ഇതായിട്ടിക്കടെ പടച്ചറബ് ഞങ്ങൾ നോക്കിടത്. അങ്ങനത്തെ ഒരു കൽബ് ഞങ്ങൾക്ക് ഇന്നേടെ കണ്ടെങ്കിൽ അത് മാത്രമയ്യാവും സ്വർഗത്ത് കണ്ട ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. 5ാമത്തത് ഉമ്മ ബാപ്പടെ നമ്പലാക്കിയാണോ അതുകൊണ്ട് അറഫ നാല് ഒരു പ്രതിഫലവും ഒരു മഹത്വവും ഒരു ശ്രേഷ്ഠത്തെയും കിട്ടലായിട്ടിക്കടെ. കാരണം ഉമ്മ ബാപ്പായിട്ടിക്കടെയല്ല അങ്ങനെ ഒരാൾ നമ്പലാക്കിയതിനെ കണ്ടെങ്കിൽ പടച്ചറബ് അതിരാണ്ട് വലിയ അർസ വേറെ എന്തുമില്ല. കാരണം എന്റെ ഉമ്മ ബാപ്പയുടെ പൊരുത്തമായിട്ടിക്കടെ പടച്ചോന്റെ പൊരുത്ത ഉമ്മ ബാപ്പയുടെ അർസമായിട്ടിക്കടെ പടച്ചോന്റെ അർസാണ്ടായിട്ടിക്കടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നത്. അതുകൊണ്ട് ഉമ്മ ബാപ്പക്ക് എന്തെങ്കിലും അങ്ങനെ മനസ്സിಗೆ നമ്പലാവിടെ എനിക്കെത്ത ഫലക്കമ എന്തെങ്കിലും വിഷയമാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ നിങ്ങൾ ആക്കിയിട്ടിന്നേനെ കണ്ടെങ്കിൽ അറഫ 4 മണ്ടേക്ക് മുന്നിൽ ഒന്നങ്ങനെ കൈ പിടിച്ചിട്ടൊന്ന് മാപ്പ് കേൾക്കണോ. ഒരു വാരം മുന്നിൽ ഒരു ഉമ്മ ഫോൺ ആക്കിടെ സ്വന്തം മാപ്പിലെ വിഷയമായിട്ടിക്കട ഉമ്മ ചൊല്ലത് മാപ്പിളുടെ ബാപ്പ ഹജ്ജിക്കായിട്ടിക്കടെ പോയോണ്ടില്ല ഭർത്തായോണ്ടില്ല ആ ഹജ്ജ് പോണ്ട സമയത്ത് പോലും ഈ മോനോ അതാ ബാപ്പടയിൽ മുണ്ടുക തയ്യാറായോണ്ടില്ല അർസായിട്ടിക്കടെ മുണ്ടില്ല എത്ര ആവറോ ആൺ പോണുണ്ട് പോലും ഈ പെഞ്ഞായി ചൊന്ത് ഒന്നും മുണ്ടി പറോ ബാപ്പല്ലേ വേറെ ആറുമല്ലല്ലേ. പക്ഷേ ആ മോണ് തയ്യാറായില്ലാണ്ടായിട്ടിക്കടെ എന്തൊരു അർസമായിട്ടിക്കടെ. ഞാൻ ആ ഉമ്മടയിൽ കേട്ട് നോക്കിയ ആ നിങ്ങളെ മാപ്പിൽ എന്തിനായിട്ടിക്കടെ സ്വറാക്കിടത് സോഷ്യൽ വർക്കറായിട്ടിക്കടെ അതാ ആൾമാരെ സേവനാക്കിടെ ആൾമാർക്ക് ഉപകാരാക്കിടെ എനിക്കെത്ത സ്വറായിട്ടിക്കടെ എന്തൊരു സേവനാക്കിയിട്ടും ഉമ്മ ബാപ്പരെ അർസതിച്ചിട്ട് ഉമ്മ ബാപ്പരൊട്ടിക്ക് പിണങ്ങിട്ട് അങ്ങനെ ബേജാറാക്കിയിട്ട് എന്ത് സേവനയായിട്ട്
ആയിട്ടിക്കടെ എന്ത് സമാജ സേവ ആയിട്ടിക്കടെ നിങ്ങൾ ആക്കണത് ഫസ്റ്റ് നിങ്ങളെ ഔത്തുലുള്ള എനിക്കത്തെ ഉമ്മ ബാപ്പയുടെ ആ ഒരു സംബന്ധമല്ലേ നിങ്ങൾ ശരിയാക്കണായ എന്നിട്ടല്ലേ ബാക്കിയുള്ള എനിക്കത്തെ കാര്യങ്ങൾ നിങ്ങൾ ആക്കണായത് ഒരാൾ മരിക്കടേക്ക് മുന്നോലും അനുഭവിക്കും ചൊന്ന എനിക്കത്തെ ശിക്ഷയായിട്ടിക്കടെ ഏത് ഉമ്മ ബാപ്പയുടെ ആ ഒരു ബേജാറാക്കിയത് നമ്പലാക്കിയത് അതിരെ ശിക്ഷ അവനെ അനുഭവിച്ച് പിടഞ്ഞിട്ടായിട്ടിക്കോ അവന് മരിക്കടേണ്ടായിട്ടിക്കടെ അതുകൊണ്ട് ഉമ്മ ബാപ്പയുടെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ബേജാറാക്കിട്ടിന്നേന് കണ്ടെങ്കിൽ ഒന്ന് പൊരുത്തം കേട്ടിട്ട് ഒന്ന് മാപ്പ് കേട്ടിട്ട് അങ്ങനെ ഒന്ന് റാഹത്താവണോ അങ്ക് നല്ല ഹദിയ കൊടുക്കണോ പരിശുദ്ധമായ അറഫ നാളിലുള്ള പറമ്പത്തുകോ അങ്ക് നല്ല ഹദിയ അങ്ക് നല്ല പൈസ എല്ലാം നമുക്ക് കൊടുക്കണോ നല്ല ഡ്രസ്സെല്ലാം എടുത്ത് കൊടുക്കണോ അങ്ങനെ ആ ഒരു പെരുസപ്പാട് അങ്ങനെ ദുആ ആയിട്ട് കിടന്ന് അങ്ങനെ കാക്കിടത് മഹാനായിട്ടുള്ള ഖലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്ത് ഒരു 4:19 മുത്ത് പഠിച്ചോൻ ചൊന്നല്ലേ മൂസാ നബി ഇനി നിങ്ങൾ നടക്കുമ്പോൾ ജാഗ്രത ആക്കൊണ്ട് കാണണ്ടേ ഇത്ര നാൾ നിങ്ങളെ ഉമ്മയുടെ ദുആ നിങ്ങളെ കാത്തോണ്ടിന്ത് ഇനി നിങ്ങൾ എത്ര ജാഗ്രത ആക്കിയിട്ട് ഈ കുട്ട പത്തോണ്ട് അതാ പഠിച്ചോണ്ട് മൂസാ നബി അലൈഹി സ്വലാമിടയിൽ ചൊന്നോട്ടിന്നേന് കണ്ടെങ്കിൽ ആ ഉമ്മയുടെ ദുആയുടെ പവർ എത്രയായിട്ടിക്കോ ആ ഉമ്മ ബാപ്പയുടെ പവർ അത് അങ്ങ് ഹയാത്തിലിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നില്ലാണ്ട് കണ്ടെങ്കിലും നാളെ മരിക്കുമ്പോയിട്ടിക്കടെ ആ ഉമ്മ ബാപ്പയുടെ ആ ഒരു പവർ എന്തിനേട്ട് നമുക്ക് ഓരോരുത്തർക്കും അർത്ഥം കൊണ്ട് ഉമ്മ ബാപ്പയുടെ നല്ല അങ്ങനെ ബേജാറാവാത്ത പോലെ അങ്ങനെ നല്ല പിറുസപ്പാടിലായിട്ടിക്കടെ ഞങ്ങൾ വേണായത് പഠിച്ചു ഞങ്ങളെ ഉമ്മ ബാപ്പക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ മരിച്ചുപോയി ഉമ്മ ബാപ്പന്മാർക്ക് പഠിച്ചുകൊണ്ട് സ്വർഗം കൊടുക്കുമാറാകട്ടെ ആറാമത്തെ ഒരു വിഭാഗം കല്ല് കുടിക്കണ എനിക്കത്ത ആൽമ ഡ്രഗ്സും ഗാഞ്ചവും യൂസ് ആക്കണ എനിക്കത്തെ അതൊക്കെ അഡിക്റ്റ് ആയി എനിക്കത്ത ആൽമ ഇങ്ങനെയും ഇൻകും പരിശുദ്ധമായ അറഫാന്നാൽ ഒരു മഹത്വം കിട്ടലാണ്ടായിട്ടിക്കടെ സുബ്ഹാനല്ലാ ഇന്റെ കല്ലിറാണ്ടി ആറ ഡ്രഗ്സ് ആയിട്ടിക്കടെ ഗാഞ്ചായിട്ടിക്കടെ കണ്ടു വന്നുകൊണ്ടുള്ളത് ചെറിയ മക്കങ്ങ ടീനേജ് വയസ്സുള്ള എനിക്കത്തെ ആ ഒരു ചെറിയ മക്കങ്ങ ബാലക്കാർ ഇന്റെ ഇതൊക്കെ അടിമയായിട്ടുള്ള എനിക്കത്തെ ഒരു കാലത്തിലായിട്ടിക്കടെ ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് നല്ലോണം ജാഗ്രത ആക്കണായ എനിക്കത്തെ ഒരു കാലമായിട്ടിക്കടെ ഞങ്ങളെ മക്കങ്ങ ഡ്രഗ്സുക അല്ലെങ്കിൽ ഗാഞ്ചത്തുക അഡിക്റ്റ് ആയി പോയേണ്ട കണ്ടെങ്കിൽ പിന്നെ അങ്ങ് അതിൽ നിന്ന് പുറപ്പാട്ടുകോ വലിയ കഷ്ടമായിട്ടിക്കടെ സമാധാനം നഷ്ടപ്പെടുക എനിക്കത്തെ ഒരു അവസ്ഥയായിട്ടിക്കടെ ഉണ്ട് ഉള്ളത് അപ്പോൾ അതുക്കുള്ള എനിക്കത്തെ മാഫിയങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ മക്കളെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടായിട്ടിക്കടെ ഏഴാമത്തെ ഒരു വിഷയം ചൊല്ലത് ഹറാമായ സമ്പത്തുള്ള എനിക്ക് താൽമ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്ന എനിക്ക് താൽമ അല്ലെ ഇന്നത്തെ കാലം അങ്ങനെ ആയിട്ടിക്കടെ ഹറാമ് ഹലാൽ എന്തും വേണ്ട എങ്ങനെങ്കിലും പൈസ എങ്കിൽ ആയിത്തും ചൊല്ലി എനിക്കത്തെ ഒരു മെന്റാലിറ്റി ആയിട്ടിങ്ങനെ ഇന്റെ ആൾമാർ കൊറിയത്തെ ആൾമാരിൻ്റെ എത്തിയിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ ഹറാമ് തിന്നേണ്ടി കണ്ടെങ്കിൽ സുബ്ഹാനല്ലാ ആ ശരീരം നരകത്തുകായിട്ടിക്കിടെ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ ചൊല്ലു നിങ്ങൾ നോക്കൊരു ഒരു ഉറുപ്പിടെ പൈസ നിങ്ങൾക്ക് ഹറാമായ ഭാഗത്തിൽ കിട്ടിയിട്ട് അതിലൊരു ചോക്ലേറ്റ് എന്തമാ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തിന്നേണ്ടി കണ്ടെങ്കിൽ ആ ഹറാമായത് നിങ്ങളെ തടിയിൽ പോയിട്ടൊന്ന് ചോരയായിട്ട് ഇറച്ചിയായിട്ട് ആ തടിയിലെ അത് ബാക്കിയാവുണ്ടായിട്ടിക്കടെ ആ തടി നരകത്തുകായിട്ടിക്കടെ ഏറ്റവും തരപ്പെട്ടത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയത് അതുകൊണ്ട് ഹറാമായ ഭാഗത്തുള്ള സമ്പത്ത് വേണ്ട ആരെ വഞ്ചനയാക്കിയിട്ട് ചതിച്ചിട്ട് ഡോങ്കിയാക്കിയിട്ടുള്ള സമ്പത്ത് വേണ്ട അങ്ങനത്തെ സമ്പത്ത് ഇന്ന് കണിക്ക് താൽമാറുക അറഫാന്നാൽ ഒരു മഹത്വം കിട്ടലാണ്ടായിട്ടിക്കടെ പണ്ട് കാലത്ത് ഉമ്മമാരെല്ലാം മാപ്പിള സ്വർത്തു പോകുമ്പോൾ ചൊന്നോണ്ടിന്നാറൂല ഇതാ നിങ്ങൾ പോരോ അതാ നിങ്ങൾ ഹലാലായ ഭാഗത്തിൽ സമ്പാദിക്കോറോ അതേ സമയത്ത് ഹറാമായ ഒരു കാസ് പോലും നീ എന്താ കൂടെ എടുത്തവർ തീരെ കാണണ്ടേ ഞങ്ങൾ പട്ടിണി സഹിക്കണം നിങ്ങൾക്ക് വിഷയമല്ല പക്ഷേ നരകത്തെ ചൂട് ഞങ്ങൾക്ക് സഹിക്കുക സാധ്യമല്ലാണ്ട് പണ്ടത്തെ ഉമ്മമാർ അതാ മാപ്പിളമാർ സ്വർത്തു പോകുമ്പോൾ അങ്ങനെ ചൊന്നോണ്ടിന്ന അത്രമാത്രം അങ്ങ് സൂക്ഷ്മത്തെ അങ്ങ് ജാഗ്രത ആക്കിക്കൊണ്ടിരുന്നാണ്ടായിട്ടിക്കടെ അതുകൊണ്ട് ഹറാമായ സമ്പത്ത് എത്ര ഞങ്ങൾ ജാഗ്രത ആക്കണ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ വലിയൊരു വിഷയമായിട്ടിക്കടെ അപ്പൊ അങ്ങനത്തെ സമ്പത്ത് ഇന്നേനെ കണ്ടെങ്കിൽ അറഫാന്നാല് ഒരു മഹത്വവും ഒരു പ്രതിഫലവും അവന് കിട്ടലാണ്ടായിട്ടിക്കടെ അപ്പൊ ഇതെല്ലാം നല്ലോണം ജാഗ്രത ആക്കണ കണിക്കത്തെ വിഷയമായിട്ടിക്കടെ അതേപോലെ പരിശുദ്ധമായ ഇത് അറഫാന്നാല് വന്നുകൊണ്ടുണ്ട് യൗമുത്തർവിയ വന്നുകൊണ്ടുണ്ട് യാറെ ചൊല്ലണായ ദിക്റായിട്ടിക്കടെ മഹാനായിട്ടുള്ള കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അബ്ബടയിൽ കേട്ടില്ലേ നാണ് മുസ്തജാബു ദുആ ഇജാബത്തുൽ ഹാലായിട്ട് കിട്ടുക എന്തിനാക്കണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്കത് ദിക്ർ യാറെ ചൊല്ലുണ്ടായിട്ടിക്കരല്ലേ അപ്പൊ ഇനിയുള്ള നാളില് ഏറ്റവും അഫ്ദലു ദിക്ർ അതേ നാണും നന്റെ കഴിഞ്ഞുപോയ നബിമാർ ചൊന്ന എനിക്കത്തെ ദിക്റിലെ പലക്കത്തില് ഏറ്റവും ശ്രേഷ്ഠമായ പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്കത്തെ ആ ഒരു ദിക്ർ യാറെ നിങ്ങൾ ചൊല്ല നിന്നിട്ട് റബ്ബടയിൽ നല്ലോണം ദ്വാർക്ക പഠിച്ചു നിങ്ങളെ ബേജാറ് തീർത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ നിങ്ങളെ ഉംറ യാത്ര സ്റ്റാർട്ട് ആവുന്നത് ജൂൺ തിങ്കൾ 28 താരീഖായിട്ടിക്കടെ എല്ലാ തിങ്കളും നിങ്ങൾ ഉംറ യാത്ര ഉണ്ട് നിങ്ങൾ ഒരു ഉംറ യാത്ര എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മക്ക മദീനത്തുലെ എല്ലാ ജാഗയെ വിളിച്ചു പോയിട്ട് മദീനത്തിലെ എക്സ്ട്രാ ഒരു 30 ജാഗയെ വിളിച്ചു പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രമെല്ലാം ചൊന്നിട്ടു പഠിച്ചിട്ടുള്ള കണിക്കത്തെ ഒരു യാത്രയായിട്ട് ഇവിടെ പോയാൽ പിന്നെ
ഒരു എക്സ്ട്രാ പൈസ എടുക്കണമെങ്കിൽ ഇത് ഏതൊരു വിഷയം ഞങ്ങളിലില്ല. അപ്പോൾ ഞങ്ങളൊട്ടിಗೆ നിങ്ങൾ ഉംറത്തുക്ക് പണ്ടാണെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് അവർ പഠിച്ചു. നിങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അറഫാ നാൾ പ്രത്യേകമായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദ്വാർക്കുന്നുണ്ട് വസിയ്യത്താക്കിക്കൊണ്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.